ബഹുമാനമുള്ള സഹോദരങ്ങളെ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സാധാരണ നിക്കാഹിന്റെ സദസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ് പൊതുവെ വിവാഹത്തിൽ 4 കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടാറുള്ളത്. ലിമാലിഹാ, അവളുടെ സമ്പത്ത്, വലിഹസബിഹാ, അവളുടെ കുടുംബം, വലിജമാലിഹാ, അവളുടെ സൗന്ദര്യം, വലിദീനിഹാ, അവളുടെ മതബോധം. നിക്കാഹ് കഴിക്കുമ്പോൾ ഈ 4 കാര്യങ്ങളാണ് പൊതുവെ പരിഗണിക്കപ്പെടാറുള്ളത്. ഒന്ന്, അവളുടെ സൗന്ദര്യം, അവളുടെ സമ്പത്ത്, അവളുടെ കുടുംബം, അവളുടെ ദീൻ. ഈ 4 കാര്യങ്ങൾ പരിഗണിക്കും. നബി തങ്ങൾ പറഞ്ഞു, ഈ 4 കാര്യങ്ങളിൽ നിങ്ങൾ ദീനിന് മുൻഗണന നൽകണമേ, ദീനിന് നിങ്ങൾ പ്രാമുഖ്യം നൽകണമേ. ഹബീബായ റസൂലുള്ളാഹി എന്തേ ദീനിന് പ്രാമുഖ്യം നൽകിയാൽ? നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, മൻ റസഖഹുല്ലാഹു ഇംറാതൻ സാലിഹാ ഫഖദ് അആനഹു അലാ ശത്രി ദീനിഹി. ആരൊരാൾക്ക് സാലിഹത്തായ ദീനീ ബോധമുള്ള മതഭക്തയായ മതനിഷ്ഠയായ പെണ്ണിനെ അല്ലാഹു നൽകിയോ, അവന്റെ ദീനിന്റെ പകുതി ഭാഗം അല്ലാഹു അവളെ കൊണ്ട് അവനെ സഹായിച്ചു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനീ ബോധമുള്ള മതബോധമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചാൽ നിസ്കരിക്കാൻ അവളോട് പറയേണ്ട കാര്യമില്ല, ഹൈദ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല, നിഫാസ് വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. ഭർത്താവ് സുബഹിസ്കരിക്കാതെ ഉറങ്ങിപ്പോയി, ഭർത്താവിനെ രാവിലെ തട്ടി വിളിക്കണമെന്ന് അവളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കൃത്യസമയത്ത് വിളിക്കും, ഭർത്താവിന്റെ ഹക്കുകൾ, ഉത്തരവാദിത്തങ്ങൾ പരിപൂർണമായ നിലയിൽ നിറവേറ്റി കൊടുക്കും. അങ്ങനത്തെ പെണ്ണാണ് സ്വാലിഹത്തായ പെണ്ണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ വീണ്ടും പറയുകയാണ്, ലാ തുസവ്വിജൂഹുന്ന ലിഅംവാലിഹിൻ ഫഅസാ അംവാലുഹുന്ന അയ്യുത്ഗിയഹുൻ. ഏ സഹോദരങ്ങളെ, നിങ്ങളാരും ഒരു പെണ്ണിന്റെ സമ്പത്ത് മോഹിച്ച് നിങ്ങൾ അവളെ വിവാഹം കഴിക്കരുതേ. അങ്ങനെ വിവാഹം കഴിച്ചാൽ നിന്റെ നിർദ്ദേശങ്ങളെ അവൾ തള്ളിക്കളയുമത്രേ. വൈവാഹിക ജീവിതത്തിലേക്ക് നിന്നേക്കാൾ ആസ്തിയുള്ള ഒരു കുടുംബത്തിൽ പോയി വിവാഹം കഴിച്ച ഒരു പെണ്ണിനെ നീ തെരഞ്ഞെടുത്താൽ, സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ നിനക്ക് താങ്ങോ തണലോ ആകാൻ ഒരു പക്ഷേ അവൾ അനുവദിക്കുകയില്ല. പാതിരാ സമയത്ത് ക്ഷീണിച്ചു വരുമ്പോ ഭാര്യ നല്ല ഉറക്കത്തിന്റെ മൂർധന്യാവസ്ഥയിലാണ്, ഇദ്ദേഹത്തിന് അല്പം കട്ടൻ ചായ കിട്ടിയാൽ കൊള്ളാം. പക്ഷേ ഭാര്യയെ എങ്ങനെയാണ് വിളിക്കുക? അവളുടെ പ്രതികരണം എന്തായിരിക്കും? ഭയപ്പെട്ടുകൊണ്ട് വെള്ളം കുടിക്കേണ്ടതിന് പകരം പച്ചവെള്ളം കുടിച്ച് ഒരു പക്ഷേ മരിക്കുന്ന സഹോദരങ്ങൾ നമ്മുടെ മുന്നിലുണ്ടാകും. എന്തേ അതിനുള്ള കാരണം? സമ്പന്ന കുടുംബത്തിൽ വളർന്ന പെണ്ണിനെ തെരഞ്ഞെടുത്ത് വിവാഹം കഴിച്ചപ്പോൾ നിന്റെ വാക്കുകൾ അവൾ നിഷേധിച്ച് തള്ളുകയാ. ലോകത്തിന്റെ നായകന്റെ പ്രഖ്യാപനമാണിത്, ലോകത്തിന്റെ നായകന്റെ പ്രഖ്യാപനമാണിത്. തള്ളിക്കളയരുതേ, പുച്ഛിച്ച് തള്ളരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണിത്. ലാ തുൻകിഹൂഹുന്ന ലിഅംവാലിഹിൻ, സമ്പത്ത് മാത്രം പ്രതീക്ഷിച്ച് നിങ്ങൾ വിവാഹം കഴിക്കരുതേ. ഫഇന്നഹു, കാരണം അങ്ങനെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ നിന്റെ നാക്ക്, നിന്റെ നാമങ്ങളെ, നിന്റെ വാക്കുകളെ അവൾ സ്വീകരിക്കുകയില്ല, അവൾ തട്ടിക്കളയും. വീണ്ടും നബി തങ്ങൾ പറയുന്നു, ലാ തുസവ്വിജൂഹുന്ന ലിഹുസ്നിഹിൻ, സൗന്ദര്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കരുതേ. കാരണം തീർച്ചയായും അവളുടെ സൗന്ദര്യത്തിന്റെ പേരിൽ നിന്നെ വഴികേടിലേക്ക് നയിക്കാൻ അത് കാരണമാകും. സുന്ദരിയായ ഭാര്യയെ കല്യാണം കഴിപ്പിച്ചിട്ട് ഗൾഫിൽ പോകും, സ്വസ്ഥത കിട്ടുമോ? സ്വസ്ഥത കിട്ടുമോ? എപ്പോഴും ഫോൺ ഫോൺ ഫോൺ. അവൾ എവിടെയാണ്? ഓൾ എവിടെയാണ്? ആരുടെ കൂടെയാണ്? എവിടെ പോയി? സംശയം 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 സംശയം. സംശയത്തിന്റെ രോഗം. സംശയിക്കാം ഒരു പെണ്ണിനെ, ഒരാണിനെ സംശയിക്കാവും. ആണിന്റെ ഭർത്താക്കന്മാരുടെ കടമയിൽ വരുന്നുണ്ട്, അപ്പോ പറഞ്ഞുതരാം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ വാക്കായി പറയുന്നത്, ലാ തുസവ്വിജൂഹുന്ന ലിഹുസ്നിഹിൻ ഫഅസാ ഹുസ്നുഹുന്ന അയ്യുർദിയഹുൻ. സൗന്ദര്യം മാത്രം നോക്കി നീ വിവാഹം കഴിച്ചാൽ ആ സൗന്ദര്യം നിന്നെ വഴികേടിലേക്ക് കൊണ്ടെത്തിക്കും, അവളെയും അത് വഴികേടിലേക്കാക്കും. നമുക്കൊരു സ്വസ്ഥത കിട്ടൂല. കാരണം എന്താ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റൂല. ഇവൾ എന്തായിരിക്കും? അവൾ എന്തായിരിക്കും? ഓളുടെ അവസ്ഥ എന്തായിരിക്കും?
ഇന്ന് കൂടുതലും വ്യഭിചാരം നടക്കുന്നില്ലേ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരങ്ങളെ? ഇൻഷാ അല്ലാഹ് അതിന്റെ ഹദീസുകൾ ഞാൻ പറഞ്ഞു തരാം, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ സൗന്ദര്യം മാത്രം നോക്കരുത്, സമ്പത്ത് മാത്രം നോക്കരുത്. പിന്നെ എന്താ നോക്കേണ്ടത്? ദീൻ നിങ്ങൾ നോക്കണം. സമ്പത്തും നോക്കാം, ഏത് മാന്യമായ നിലയിൽ, സൗന്ദര്യവും നോക്കാം മാന്യമായ നിലയിൽ, കുടുംബവും നോക്കാം മാന്യമായ നിലയിൽ. പക്ഷെ ഈ മൂന്നിനേക്കാളും കൂടുതൽ താല്പര്യം ദീനിനായിരിക്കണം. അപ്പോൾ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ സംശയിക്കേണ്ട കാര്യമില്ല, ഒരു ഭർത്താവ് ഒരു ഭാര്യയെ സംശയിക്കേണ്ട കാര്യമില്ല.